ആഘോഷങ്ങളോടെ 2023 ബൈ പറഞ്ഞ് 2024 ഉറ്റുനോക്കിയിരിക്കുകയല്ലേ. സിനിമാ പ്രേമികളിൽ പലരും 2023 തിയേറ്ററിൽ കണ്ട സിനിമകളുടെയും അതിൽ ടിക്കറ്റിന്റെ കാശ് വസൂലായതും കാശ് പോയതുമായ ചിത്രങ്ങളുടെയും പട്ടികയെടുത്ത് കഴിഞ്ഞു. വമ്പൻ ഹൈപ്പിൽ വന്ന് നിലംപരിശായതും സൈലന്റ് ആയി വന്ന് കില്ലർ വിജയം കൊണ്ടുപോയതുമായ എത്രയെത്ര പടങ്ങളാണ്. തിയേറ്ററിൽ പോയി കാണാതെ വിട്ടിട്ട് OTT-യിൽ രക്ഷ പിടിച്ച പടങ്ങളുമുണ്ട്. ചെറിയ പടങ്ങളും നവാഗത സംവിധായകരുമാണ് 2023 നമ്മൾ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തിയതെങ്കിൽ 2024 വലിയ ക്യാൻവാസുകളുടെ കാലമാണ്. പട്ടികയിൽ ആദ്യം വാലിബൻ തന്നെയാണ്. യുവ സംവിധായക നിരയിൽ ശ്രദ്ധേയനായ ലിജോ ജോസ് പെല്ലിശ്ശേരി മലയാളത്തിന്റെ മോഹൻലാലിനൊപ്പം ഒരുക്കുന്ന ആക്ഷൻ ഫാന്റസി ചിത്രം മലൈക്കോട്ടെ വാലിബൻ. ഇതുവരെ കാണാത്ത ലുക്കിൽ മോഹൻലാൽ എത്തുന്ന ചിത്രം 2024 ജനുവരി 25 തിയേറ്ററുകളിലെത്തും. ബിഗ് സ്ക്രീനിൽ വിസ്മയങ്ങൾ തീർത്തിട്ടുള്ള ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ കരിയറിലെ ഏറ്റവും വലിയ ക്യാൻവാസിലാണ് വാലിബൻ ഒരുങ്ങുന്നത്. PS റഫീഖാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. ആമേന് ശേഷം ലിജോയ്ക്ക് വേണ്ടി റഫീഖ് തിരക്കഥയൊരുക്കുന്ന ചിത്രത്തിൽ ചുരുളിക്ക് ശേഷം മധു നീലകണ്ഠൻ ലിജോയ്ക്കായി ക്യാമറ കൈകാര്യം ചെയ്യുകയാണ്. സസ്പെൻസിന്റെ പീക്കിൽ നിർത്തി ആകെ പുറത്തു വന്നിരിക്കുന്നത് ടീസറും പാട്ടും ചില പോസ്റ്ററുകളുമാണ്. ഇനി മമ്മൂട്ടി ചിത്രങ്ങൾ നോക്കിയാൽ സമീപകാലത്ത് വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്ത് കയ്യടി നേടുന്ന മമ്മൂട്ടിയുടെ മറ്റൊരു പകർന്നാട്ടമാകും 2024 തിയേറ്ററുകളിലെത്തുന്ന ഭ്രമയുഗം എന്ന സൂചനയാണ് ഫസ്റ്റ് ലുക്ക് നൽകിയത്. ഹൊറർ ജോണറിലുള്ള ചിത്രത്തിൽ നെഗറ്റീവ് ഷെയ്ഡിലുള്ള കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുക. 2022 സൈക്കോളജിക്കൽ ഹൊറർ ചിത്രം ഭൂതകാലത്തിന്റെ സംവിധായകൻ രാഹുൽ സദാശിവൻ ഒരുക്കുന്ന ചിത്രം 2024 ജനുവരിയിൽ റിലീസ് ചെയ്യുമെന്നാണ് വിവരം. സംവിധായകൻ ബ്ലസ്സിയുടെ സ്വപ്ന ചിത്രമായ ആടുജീവിതം തിയേറ്ററുകളിലെത്തുന്നതും 2024 ആധുനിക മലയാള സാഹിത്യത്തിലെ നോവലുകളിൽ സമാനതകളില്ലാത്ത വായനാനുഭവം സമ്മാനിച്ച ബെന്യാമിന്റെ ആടുജീവിതത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് ചിത്രം. 2018 മുതൽ 22 വരെ നീണ്ട ചിത്രീകരണ കാലഘട്ടവും കോവിഡ് തീർത്ത പ്രതിസന്ധിയും എല്ലാം അതിജീവിച്ചാണ് ആടുജീവിതം തിയേറ്ററുകളിലെത്തുന്നത്. സിനിമയ്ക്കായി പൃഥ്വിരാജ് നടത്തിയ ട്രാൻസ്ഫോർമേഷനും അമ്പരപ്പിക്കുന്നതാണ്. AR റഹ്മാനാണ് സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത്. മലയാള സിനിമയെ അടയാളപ്പെടുത്താൻ പോകുന്ന സൃഷ്ടിയാകും എന്ന വിലയിരുത്തലുള്ള ചിത്രം 2024 ഏപ്രിൽ 10 തിയേറ്ററുകളിലെത്തും. യുവനിരയിൽ ശ്രദ്ധേയനായ ടൊവിനോ തോമസിന് നായകനായുള്ള ശ്രദ്ധേയ റിലീസുകൾ ഇല്ലാതെ പോയ വർഷമാണ് 2023. മൾട്ടി സ്റ്റാറർ ചിത്രം 2018, ആഷിഖ് അബു ചിത്രം നീലവെളിച്ചം, ഡോക്ടർ ബിജുവിന്റെ അദൃശ്യ ജാലകങ്ങൾ എന്നിവയായിരുന്നു ടൊവിനോയ്ക്ക് 2023 ഉണ്ടായിരുന്നത്. ഈ ക്ഷീണം മുഴുവൻ തീർക്കാൻ പോകുന്ന ഹൈപ്പിലാണ് 2024 അജയന്റെ രണ്ടാം മോഷണം എത്തുന്നത്. ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം പൂർണ്ണമായും 3Dയിലാണ്. ജിതിൻലാൽ സ്വതന്ത്ര സംവിധായകനാകുന്ന ചിത്രത്തിൽ ട്രിപ്പിൾ റോളിലാണ് ടൊവിനോ എത്തുന്നത്. കൃതി ഷെട്ടി, ഐശ്വര്യ രാജേഷ്, സുരഭി ലക്ഷ്മി എന്നിവരാണ് നായിക നിരയിൽ. ടൊവിനോയുടെ കരിയറിൽ ഏറെ പ്രതീക്ഷയുള്ള ചിത്രം കൂടിയാണ് AR. രോമാഞ്ചം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ജീതു മാധവൻ ഒരുക്കുന്ന ആവേശവും 2024 റിലീസാണ്. ഫഹദിന്റെ വ്യത്യസ്തമായ കഥാപാത്രമാകും ചിത്രത്തിലേതെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. 2024 വിഷു റിലീസായി ഏപ്രിൽ 11 ചിത്രമെത്തും. വിഷുക്കാലം ഫഹദ് കൊണ്ടുപോകുമോ എന്ന് കണ്ടറിയണം. ജയറാം നായകനായി എത്തുന്ന അബ്രഹാം ഓസ്ലർ 2024 ജനുവരി 11 തിയേറ്ററുകളിലെത്തും. ഇതര ഭാഷാ ചിത്രങ്ങളിൽ അഭിനയിക്കുന്ന ജയറാം മലയാളത്തിൽ ശക്തമായ മടങ്ങിവരവ് നടത്തുമെന്ന പ്രതീക്ഷയാണ് ഓസ്ലറിന്മേലുള്ളത്. 5-ാം പാതിരയ്ക്ക് ശേഷം മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജോണറിലുള്ളതാണ്. തേനി ഈശ്വറാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം. 2024 ജനുവരി 11 ഓസ്ലർ തിയേറ്ററുകളിലെത്തും. കഥയിൽ നിർണായകമായ ഒരു കാമിയോ റോളിൽ മമ്മൂട്ടിയും എത്തുന്നുണ്ട്. മതിയല്ലോ ഹൈപ്പ് ഇരട്ടിയാവാൻ. മലയാളത്തിലെ ഏറ്റവും വലിയ മുതൽ മുടക്കിൽ ജയസൂര്യയെ നായകനാക്കി റോജൻ തോമസ് ഒരുക്കുന്ന കത്തനാരും വലിയ പ്രതീക്ഷയാണ്. ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്. 2024 തന്നെ സിനിമ റിലീസ് ചെയ്യുമെന്നാണ് വിവരം. അനുഷ്ക ഷെട്ടിയാണ് കത്തനാരിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസും 2024 തിയേറ്ററുകളിലെത്തുന്നത്. അഭിനയ ജീവിതത്തിൽ നിന്നും ആർജിച്ചെടുത്ത കരവിരുതുമായി സംവിധായകന്റെ കുപ്പായത്തിൽ മോഹൻലാൽ എത്തുമ്പോൾ കൗതുകമേറെയാണ്. ബിഗ് ബജറ്റിൽ വമ്പൻ ക്യാൻവാസിൽ ഒരുങ്ങുന്ന 3D ചിത്രത്തിൽ മോഹൻലാൽ തന്നെയാണ് പ്രധാന കഥാപാത്രമാകുന്നതും. 2024 മാർച്ച് 28 ബറോസ് തിയേറ്ററുകളിലെത്തും. സന്തോഷ് ശിവനാണ് ഛായാഗ്രഹണം. ബോളിവുഡിൽ നിന്നുള്ള ടെക്നീഷ്യന്മാർ സിനിമയിൽ സഹകരിച്ചിട്ടുണ്ട്. വലിയ ഗ്രാഫിക്സ് വർക്കുള്ള ചിത്രം ലോസ് ആഞ്ചലസിലാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ പൂർത്തിയാക്കുന്നത്. 2024 റിലീസ് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാനാണ്.
പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനാകുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്. ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ചേർന്നാണ് ബ്രഹ്മാണ്ഡ ബജറ്റിൽ ഒരുങ്ങുന്ന ഈ സിനിമയുടെ നിർമ്മാണം. ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, ഇന്ദ്രജിത്ത്, ബൈജു തുടങ്ങി ആദ്യ ഭാഗത്തിലെ പ്രധാനികൾ എമ്പുരാനിലും ഉണ്ടാകും എന്നാണ് വിവരം. 2024 അവസാനം റിലീസ് പ്രതീക്ഷിക്കുമ്പോഴും 2025 നീളാനും സാധ്യതയുണ്ട്. ഹൃദയത്തിന് ശേഷം ധ്യാൻ ശ്രീനിവാസൻ സംവിധാനം ചെയ്ത മൾട്ടി സ്റ്റാറർ ചിത്രം വർഷങ്ങൾക്ക് ശേഷം 2024 പകുതിയോടെ റിലീസിനെത്തുമെന്നാണ് പ്രതീക്ഷ. പ്രണവ് മോഹൻലാൽ, കല്യാണി പ്രിയദർശൻ, നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, ബേസൽ ജോസഫ്, നീരജ് മാധവ് തുടങ്ങിയവർ സിനിമയിലെ താരങ്ങളാണ്. ജീൻ പോൾ ലാൽ ഒരുക്കുന്ന ടൊവിനോ ചിത്രം നടികർ തിലകം, കലൂർ ഡെന്നീസിന്റെ മകൻ ഡിനോ ഡെന്നീസ് സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടിയുടെ ക്രൈം ഡ്രാമ ചിത്രം ബസൂക്ക, മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് വൈശാഖ് സംവിധാനം ചെയ്യുന്ന ടർബോ എന്നിവയും മലയാളി പ്രേക്ഷകർ പ്രതീക്ഷ വെക്കുന്ന സിനിമകളാണ്. ഹണി റോസിനെ കേന്ദ്ര കഥാപാത്രമാക്കി സംവിധായകൻ ഏപ്രിൽ ഷെയ്ൻ അവതരിപ്പിക്കുന്ന റേച്ചലിന്റെ റിലീസും 2024 ഉണ്ടായേക്കും. ആനന്ദിനി ബാലയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ജയ 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 ഹേയുടെ സൂപ്പർ ഹിറ്റ് വിജയത്തിന് ശേഷം ബിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന ഗുരുവായൂർ അമ്പലനടയിലാണ് റിലീസ് ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റൊരു ചിത്രം. കുഞ്ഞിരാമായണത്തിന് ശേഷം ദീപു പ്രദീപ് രചന നിർവഹിച്ച ചിത്രത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ, ബേസൽ ജോസഫ് എന്നിവരാണ് പ്രധാന താരങ്ങൾ. സിനിമയിൽ പൃഥ്വിരാജിന്റേത് പ്രതിനായക കഥാപാത്രമാണ്. സൂപ്പർ താര ചിത്രങ്ങളും യുവതാരങ്ങളുടെ പ്രതീക്ഷയുള്ള ലൈനപ്പുകളും ബിഗ് ബജറ്റ് സിനിമകളും 2024 പ്രതീക്ഷയുള്ള താര സംവിധായക കോംബോയും എഴുത്തുകാരുമെല്ലാം 2024 മലയാള സിനിമയെ സമ്പന്നമാക്കുമെന്ന് പ്രതീക്ഷിക്കാം. അന്താരാഷ്ട്ര ശ്രദ്ധ മലയാളത്തിലേക്ക് എത്തിക്കാൻ പോകുന്നതും ബോക്സ് ഓഫീസ് വിസ്മയങ്ങൾ തീർക്കാൻ പ്രാപ്തിയുള്ളതുമായ അനേകം ചിത്രങ്ങൾ 2024 പ്രത്യേകതയാണ്. ഇതിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ചിത്രം ഏതാണ്? ഒന്ന് കമന്റ് ചെയ്യൂ. ഇനിയപ്പോ 2024 തിയേറ്ററുകളിൽ കാണാം.